ആ അതാ ഞാൻ പറഞ്ഞേ. അത് നീ യേശുവിനെ വിളിക്കുന്നുണ്ടോ? ആ അതെ അതെ. നമുക്ക് പോയി പീലാത്തോസിനെ വിളിച്ചിട്ട് വരാം. ആ അതെ. അയ്യോ ഞാൻ അത് തന്നെ പ്രാർത്ഥിച്ചോട്ട് പോകുന്നത്. ഇപ്പൊ പോകുന്ന ജയന്തിയാ. ജയന്തി അവിടെ വെളിയിൽ ഇറങ്ങത്തേ ഇല്ല. ജയന്തി ചന്ദ്രൻ്റെ വണ്ടി ഇരിക്കും. ജയന്തി അകത്ത് നിൽക്കത്തേ ഉള്ളൂ. ഞാൻ 2 പ്രാവശ്യം ചന്ദ്രൻ്റെ വണ്ടി ജയന്തി ലീവ് എടുത്തപ്പോൾ പോയി. അപ്പം ചന്ദ്രൻ എന്നോട് പറഞ്ഞു, ആച്ചയോ വേണം ബാഗിൽ നിന്ന് മക്കൾ അവർ കർക്കൊണ്ട് വന്ന് കൊടുത്താൽ അവർ ഉളവരെ വിടുക ഫസ്റ്റ്. ഇന്നതിനി എങ്ങനെയാണെന്നറിയില്ല. ആണോ? ആ ആ അതെ. ആ ഇവനും അങ്ങനാ. ഞാൻ കൊച്ചു പിള്ളേരെ ഇറക്കാൻ നേരം ഇവൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. അതന്ന് ശിവകാമിയും പറഞ്ഞു, താഴെ ഇറങ്ങി പിള്ളേരെ കയറ്റാനും ഇറങ്ങാനും പറ്റത്തില്ല, അതിന് മുമ്പ് അവൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ജോലിയില്ലെങ്കിലും അവിടുന്ന് നടന്നു വരണ്ടേ, അല്ലെങ്കിൽ ആട്ടോയ്ക്ക് 20 രൂപ പോകും. നോക്കാം നാളെ എന്താവും അറിയില്ല. അതെ അതന്നല്ല, അത് ദൂരം. ആ അതല്ലേ. പിന്നെ 2 മാസം ചുമ്മാ വണ്ടി കഴിയാൻ മതി, ഇടയ്ക്കിടയ്ക്ക് പോയി. പിന്നെ തുടങ്ങത്തില്ലേ. അത് സെപ്റ്റംബർ 1 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 1 അവൻ പിന്നെ മാറ്റുമില്ല, ദൈവത്തിനറിയാം. ആ ആ ആ ആ അതെ. അവന് ഇതല്ലെന്ന്. ഇത് പിള്ളേരെന്തെങ്കിലും പിള്ളേരെന്ത് പറഞ്ഞാലും നിങ്ങൾ മിണ്ടാതിരിക്കുക. പിള്ളേർ വഴക്കുണ്ടാക്കുന്നെങ്കിൽ എന്നോട് കംപ്ലൈൻറ്റ് ചെയ്യാത്തൊന്ന് ഉപയോഗിക്കുക.